നമസ്കാരം. ഈ രാത്രിയുടെ നിശബ്ദതയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ വളരെ സുരക്ഷിതമായി സമാധാനത്തോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പതുക്കെയൊന്ന് അയച്ചുവിടുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ പാദങ്ങൾ മുതൽ തലവരെ ഓരോ ഭാഗവും വിശ്രമിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു പോരാളിയുടെ ജീവിതകഥയാണ്. പക്ഷേ ഇതൊരു യുദ്ധത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അസാധാരണമായ ആത്മബലത്തിൻ്റെയും കഥയാണ്. ബ്രൂസ് ലീ എന്ന ഡ്രാഗണിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള ഒരു യാത്ര. ഈ കഥ കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് വഴുതി വീഴും. ഈ ശാന്തമായ യാത്രയിൽ നമ്മോടൊപ്പം തുടരാൻ, ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കഥ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് 1940-ലെ ആ തണുത്ത പുലർച്ചയിലേക്ക്, സാൻ ഫ്രാൻസിസ്കോയിലെ ആ പഴയ ഹോസ്പിറ്റൽ മുറിയിലേക്ക് പതുക്കെ നടന്നു തുടങ്ങാം. സാൻ ഫ്രാൻസിസ്കോയിലെ ആ തണുത്ത പുലർച്ചെ. 1940 നവംബർ 27. സാൻ ഫ്രാൻസിസ്കോയിലെ ചൈന ടൗണിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടാകാം. ചൈനീസ് കലണ്ടർ പ്രകാരം അത് ഡ്രാഗണിൻ്റെ വർഷമാണ്, ഡ്രാഗണിൻ്റെ മണിക്കൂറാണ്. ആ തണുത്ത പുലർച്ചയ സമയം ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അവൻ്റെ കരച്ചിൽ ആ ഹോസ്പിറ്റൽ മുറിയിൽ മുഴങ്ങിക്കേട്ടു. അവന് ലീ ജിൻ ഫാൻ എന്നു പേരിട്ടു. ലോകം അവനെ പിന്നീട് ബ്രൂസ് ലീ എന്ന് വിളിച്ചു. അവൻ ജനിച്ച ആ നിമിഷം തന്നെ വിധി അവനിലൊരടയാളം പതിപ്പിച്ചിരുന്നു. ഹോങ്കോങ്ങിലെ ആദ്യ ചുവടുകൾ. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രൂസിന്റെ കുടുംബം ഹോങ്കോങ്ങിലേക്ക് മടങ്ങി. ജപ്പാൻ ഹോങ്കോങ് കീഴടക്കിയ ആ കാലഘട്ടത്തിലെ ഭീതിയും പുകയും നിറഞ്ഞ തെരുവുകൾ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ബ്രൂസ് വളർന്നത് ആ അശാന്തമായ അന്തരീക്ഷത്തിലാണ്. അവൻ്റെ അച്ഛൻ ലീ ഹോയ്ചുൻ പ്രശസ്തനായ ഒരു ഓപ്പറ ഗായകനായിരുന്നു. ആ കൊച്ചുകുട്ടി തൻ്റെ അച്ഛൻ്റെ കൈപിടിച്ച് ഓപ്പറ തിയേറ്ററുകളിലെ തിരശീലയ്ക്ക് പിന്നിൽ നടന്നു. അവിടെ വെച്ചാണ് അഭിനയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവൻ പഠിക്കുന്നത്. ബ്രൂസ് ഒരു കുട്ടിക്കാലം മുതലേ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. വെറും 3 മാസം പ്രായമുള്ളപ്പോൾ ഗോൾഡൻ ഗേറ്റ് ഗേൾ എന്ന സിനിമയിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. 10ാം വയസ്സിൽ ദ കിഡ് എന്ന സിനിമയിൽ അവൻ പ്രധാന വേഷം ചെയ്തു. സ്ക്രീനിൽ അവനൊരു കുസൃതിയായിരുന്നു, ജീവിതത്തിലും അങ്ങനെ തന്നെ. അവൻ വല്ലാതെ മെലിഞ്ഞവനായിരുന്നു, പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. സമാധാനമായി ഒരിടത്തിരിക്കാൻ അവന് കഴിയില്ലായിരുന്നു. 13ാം വയസ്സിലൊരു വൈകുന്നേരം ഹോങ്കോങ്ങിലെ ഒരു ഇടവഴിയിൽ വെച്ച് ബ്രൂസിനെ ഒരു സംഘം കുട്ടികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു. തറയിൽ ചോരയൊലിപ്പിച്ച് കിടന്ന ആ നിമിഷം ബ്രൂസിൻ്റെ ഉള്ളിലൊരു വികാരം ജ്വലിച്ചു. എനിക്ക് എന്നെ തന്നെ സംരക്ഷിക്കണം. ആ വേദനയേക്കാൾ കൂടുതൽ അവനെ വേദനിപ്പിച്ചത് തൻ്റെ ബലഹീനതയായിരുന്നു. അന്നത്തെ ആ രാത്രിയിൽ തൻ്റെ മുറിയിലിരുന്ന് അവൻ ഉറപ്പിച്ചു, ഇനി ഒരിക്കലും ആർക്കും തന്നെ തൊടാൻ കഴിയില്ലെന്ന്. അങ്ങനെയാണ് അവൻ ഇതിഹാസ ഗുരുവായ ഇപ്മാനിൻ്റെ അരികിലെത്തുന്നത്. വിങ് ചുൻ എന്ന ആയോധന കല അവൻ പഠിക്കാൻ തുടങ്ങി. ആ പഴയ ട്രെയിനിങ് ഹാളിലെ തടിയിലുണ്ടാക്കിയ പാവയെ, വുഡൻ ഡമ്മിയെ ബ്രൂസ് അടിക്കുന്ന ശബ്ദം ടക്ക് ടക്ക്. ഇപ്മാൻ അവനെ വെറും ഇടിയല്ല പഠിപ്പിച്ചത്, മറിച്ച് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നതായിരുന്നു. ഓരോ ചലനവും ഒരു ധ്യാനമായി മാറണമെന്ന് ഗുരു അവനെ ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ പരിശീലനത്തിനിടയിൽ ബ്രൂസ് വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇപ്മാൻ അവനെ തടാകത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, വെള്ളം നോക്കൂ, അതെത്ര മൃദുവാണ്, പക്ഷേ ഏതു പാറയെയും തകർക്കാൻ അതിന് കഴിയും. ബ്രൂസ് ആ വെള്ളത്തിലൊരു ഇടി കൊടുത്തു, പക്ഷെ വെള്ളം ഒഴിഞ്ഞു മാറി. അവിടെ വെച്ചാണ് അവൻ തൻ്റെ വിഖ്യാതമായ ഫിലോസഫി കണ്ടെത്തിയത്, ബി വാട്ടർ മൈ ഫ്രണ്ട്. ആയോധന കലയിൽ മാത്രമല്ല, നൃത്തത്തിലും ബ്രൂസ് കേമനായിരുന്നു. 1958-ൽ ഹോങ്കോങ്ങിലെ ചാച്ചാ നൃത്ത മത്സരത്തിൽ അവൻ ചാമ്പ്യനായി. അവൻ്റെ പാദചലനങ്ങൾ അത്രമേൽ താളാത്മകമായിരുന്നു. നൃത്തത്തിലെ ആ ബാലൻസിംഗ് അവൻ ഫൈറ്റിങ്ങിലേക്കും കൊണ്ടുവന്നു. ഒരു പോരാളിയെപ്പോലെയല്ല, ഒരു നർത്തകനെ പോലെ അവൻ കളത്തിൽ നീങ്ങി. അതവന് പ്രത്യേകമായൊരു വേഗത നൽകി. തെരുവിലെ അടിപിടികൾ കാരണം ബ്രൂസ് പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായി. അവൻ്റെ സുരക്ഷയോർത്ത് അമ്മ അവനെ അമേരിക്കയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. വെറും $100 കൊണ്ട് അവനൊരു കപ്പലിൽ കയറി. കടൽക്കാറ്റേറ്റ് ആ കപ്പലിൻ്റെ ഡെക്കിൽ നിൽക്കുന്ന 18 വയസ്സുകാരനായ ബ്രൂസ് ലീയെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ.
കപ്പലിലെ യാത്രക്കാർക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുത്താണ് അവൻ തന്റെ ചിലവുകൾ നടത്തിയത്. അമേരിക്കയിലെ സിയാറ്റിലെത്തിയ ബ്രൂസിന് ആരുമില്ലായിരുന്നു. പകലുകളിൽ ഹോട്ടലുകളിൽ പാത്രം കഴുകിയും തറ തുടച്ചും അവൻ ജീവിച്ചു. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവൻ തന്റെ പഠനം തുടർന്നു. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അവൻ ഫിലോസഫി പഠിച്ചു. പട്ടിണി കിടന്ന ആ രാത്രികളിൽ അവൻ തന്റെ ഡയറിയിൽ എഴുതി, "ഞാൻ പണം സമ്പാദിക്കും, ലോകമറിയുന്ന താരമാകും." സിയാറ്റിലിൽ വെച്ചാണ് അവൻ ലിൻഡ എമറിയെ കാണുന്നത്. ബ്രൂസിന്റെ ആയോധനകലാ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. അവരുടെ പ്രണയം പതുക്കെ പൂവിട്ടു. വർണ്ണവിവേചനം നിലനിന്നിരുന്ന ആ കാലത്ത് ഒരു ചൈനക്കാരനും വെളുത്ത വർഗക്കാരിയും തമ്മിലുള്ള വിവാഹം വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു. ലിൻഡ ബ്രൂസിന്റെ കരുത്തായി മാറി. ബ്രൂസ് തന്റെ ആദ്യത്തെ ആയോധനകലാ സ്കൂൾ തുടങ്ങി. അവൻ ആരെയും പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരെയും അവൻ ശിഷ്യരായി സ്വീകരിച്ചു. ഇത് ചൈനീസ് കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. രഹസ്യമായ ആയോധനകലകൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കരുത് എന്നതായിരുന്നു അവരുടെ വാദം. പക്ഷേ ബ്രൂസ് വഴങ്ങിയില്ല. ഈ തർക്കം ഒടുവിലൊരു പോരാട്ടത്തിലെത്തി. വോങ് ജാക്ക്മാൻ എന്ന ചൈനീസ് ഗുരുവുമായി ബ്രൂസ് ഏറ്റുമുട്ടി. 3 മിനിറ്റിനുള്ളിൽ ബ്രൂസ് അവനെ തോൽപ്പിച്ചു. പക്ഷേ ആ വിജയം ബ്രൂസിനെ തൃപ്തിപ്പെടുത്തിയില്ല. താൻ പഠിച്ച വിങ് ചുൻ അല്പം പരിമിതമാണെന്നവന് തോന്നി. കൂടുതൽ വേഗതയുള്ള, കൂടുതൽ ലളിതമായൊരു രീതി അവൻ ആവശ്യമായിരുന്നു. അങ്ങനെയാണവൻ ജീത് കുൻഡോ, വേ ഓഫ് ദി ഇന്റർസെപ്റ്റിംഗ് ഫിസ്റ്റ് എന്ന പുതിയ രീതി കണ്ടെത്തിയത്. ഒരു പ്രത്യേക ശൈലിയിലും ഒതുങ്ങാൻ ബ്രൂസ് ആഗ്രഹിച്ചില്ല. തന്റെ ഗാരേജിൽ രാത്രികാലങ്ങളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ പ്രാക്ടീസ് ചെയ്യുന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ഇഞ്ചിലും കരുത്തും വേഗതയും നിറഞ്ഞു. വോങ് ജാക്ക് മാനുമായുള്ള പോരാട്ടത്തിനു ശേഷം ബ്രൂസ് തന്റെ ശരീരത്തെ ഒരു പരീക്ഷണശാലയാക്കി. വെറും കുങ്ഫു പരിശീലനം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ബോക്സിംഗും വെയ്റ്റ് ലിഫ്റ്റിംഗും പഠിച്ചു. തന്റെ ഓരോ പേശിയും ഉരുക്കഴിച്ച് നിർമ്മിച്ചതുപോലെയാക്കാൻ അവൻ കഠിനാധ്വാനം ചെയ്തു. വായുവിൽ മിന്നൽ വേഗത്തിൽ ചലിക്കുന്ന, ഒരേ സമയം ഉരുക്കുപോലെ കടുപ്പമുള്ളതും വെള്ളം പോലെ അയവുള്ളതുമായ ഒരു ശരീരമായിരുന്നു അവന്റെ ലക്ഷ്യം. ബ്രൂസ് തന്റെ ഭക്ഷണക്രമത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പഞ്ചസാരയും മൈവയും അവൻ പൂർണ്ണമായും ഒഴിവാക്കി. പ്രോട്ടീൻ ഷേക്കുകളും വിറ്റാമിനുകളും അവൻ കൃത്യമായി ശീലമാക്കി. തന്റെ ശരീരത്തിനാവശ്യമായ ഊർജം എവിടെ നിന്ന് എങ്ങനെ ലഭിക്കുമെന്ന് അവൻ ശാസ്ത്രീയമായി പഠിച്ചു. ഓരോ തുള്ളി വെള്ളവും ഓരോ കഷണം ഭക്ഷണവും അവന്റെ കരുത്തു വർദ്ധിപ്പിക്കാനുള്ള ഇന്ധനമായി അവൻ മാറ്റി. പരിശീലനമില്ലാത്ത സമയങ്ങളിൽ ബ്രൂസ് ലൈബ്രറികളിൽ ചിലവഴിച്ചു. പൗരസ്ത്യ ദർശനങ്ങളും പാശ്ചാത്യ മനഃശാസ്ത്രവും അവൻ ഒരേപോലെ ആഴത്തിൽ പഠിച്ചു. ആയിരക്കണക്കിന് കുറിപ്പുകൾ അവൻ തന്റെ ഡയറിയിൽ എഴുതിവെച്ചു. ഒരു പോരാളിയേക്കാൾ ഉപരി അവനൊരു ചിന്തകനായി മാറുകയായിരുന്നു. ആ വരികൾക്കിടയിലാണ് ജീത് കുൻഡോ എന്ന ദർശനം പതുക്കെ രൂപപ്പെട്ടത്. ഹോളിവുഡിലെ ആദ്യ ചുവടുകൾ. 1964 ലോങ് ബീച്ചിലെ പ്രകടനം കണ്ട ഹോളിവുഡ് നിർമ്മാതാവ് വില്യം ഡോസിയർ ബ്രൂസിനെ തേടിയെത്തി. TV പരമ്പരകളിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു അത്. ആദ്യമായി ഹോളിവുഡ് ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ബ്രൂസിന്റെ കണ്ണുകളിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറക്കുകയായിരുന്നു അന്ന്. ദ ഗ്രീൻ ഹോർനെറ്റും കാറ്റോയും. ദ ഗ്രീൻ ഹോർനെറ്റ് എന്ന സീരീസിൽ കാറ്റോ എന്ന കഥാപാത്രമായി ബ്രൂസ് എത്തി. മാസ്ക് ധരിച്ച ആ വേഷത്തിൽ അവൻ ചെയ്ത സ്റ്റണ്ടുകൾ അമേരിക്കൻ ജനതയെ ശരിക്കും അത്ഭുതപ്പെടുത്തി. സീരീസിലെ നായകനേക്കാൾ കൂടുതൽ ജനങ്ങൾ കാറ്റോയെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ ഒരു ഏഷ്യക്കാരൻ എന്ന നിലയിൽ അവനന്ന് നേരിട്ട വിവേചനങ്ങൾ ചെറുതായിരുന്നില്ല. കുട്ടികൾക്കായുള്ള ആ സമയം. തിരക്കുകൾക്കിടയിലും ബ്രൂസ് ഒരു സ്നേഹനിധിയായ അച്ഛനായിരുന്നു. ബ്രാൻഡനെയും ഷാനനെയും അവൻ തന്റെ കളിക്കൂട്ടുകാരെ പോലെ സ്നേഹിച്ചു. തന്റെ മകന് ആയോധനകലയുടെ ആദ്യ പാഠങ്ങൾ അവൻ വീട്ടിലെ പൂന്തോട്ടത്തിൽ വെച്ച് കളിയായി പഠിപ്പിച്ചുകൊടുത്തു. ആ ചിരിയും കളികളും നിറഞ്ഞ വീട് അവന് വലിയൊരു മാനസിക ആശ്വാസമായിരുന്നു. 1970 ഒരു വ്യായാമത്തിനിടയിൽ ബ്രൂസിന്റെ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പഴയതുപോലെ നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മാസങ്ങളോളം അവൻ കിടക്കയിലായി. ആ വേദനയുടെ രാത്രികളിൽ പക്ഷേ അവൻ തളർന്നില്ല. തന്റെ ശരീരത്തേക്കാൾ മനസ്സിനെ അവൻ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയായിരുന്നു.
കിടക്കയിൽ കിടന്നുകൊണ്ട് ബ്രൂസ് തന്റെ താവോ ഓഫ് ജീത് കുണ്ടോ എന്ന പുസ്തകത്തിന്റെ ചിന്തകൾ എഴുതി പൂർത്തിയാക്കി. തന്റെ മനസ്സിന്റെ കരുത്തുകൊണ്ട് അവൻ ആ ശാരീരിക വൈകല്യത്തെ തോൽപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു. വിധിക്ക് തന്നെ തളയ്ക്കാൻ കഴിയില്ലെന്ന് അവൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ബ്രൂസ് സ്വന്തമായൊരു സീരീസ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഹോളിവുഡ് ആ ഐഡിയ മോഷ്ടിച്ചു കുങ്ഫു എന്ന പേരിൽ മറ്റൊരു നടനെ വെച്ച് സീരീസ് പുറത്തിറക്കി. ആ ചതി ബ്രൂസിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇവിടെ എന്നെ ആരും അംഗീകരിക്കില്ല എന്നവൻ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ സ്വന്തം വേരുകളിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തിരികെ ഹോങ്കോങ്ങിലെത്തിയ ബ്രൂസ് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. അമേരിക്കയിലെ കാറ്റോ എന്ന വേഷത്തിലൂടെ അവൻ അവിടെ തരംഗമായിരുന്നു. വലിയൊരു ജനക്കൂട്ടം വിമാനത്താവളത്തിൽ അവനെ വരവേറ്റു. തന്റെ സ്വന്തം മണ്ണിൽ അവൻ കൂടുതൽ ശക്തനായി തന്റെ കരിയർ പുനരാരംഭിച്ചു. പ്രശസ്ത നിർമ്മാതാവായ റെയ്മണ്ട് ചോയുമായി ചേർന്ന് ബ്രൂസ് തന്റെ ആദ്യ ഹോങ്കോങ് ചിത്രം ദ ബിഗ് ബോസ് പ്ലാൻ ചെയ്തു. തായ്ലൻഡിലെ കൊടും ചൂടിലായിരുന്നു ഷൂട്ടിംഗ്. പരിമിതമായ സൗകര്യങ്ങളിലും തന്റെ സർവസ്വവും ആ സിനിമയ്ക്കായി നൽകാൻ ബ്രൂസ് തയ്യാറായി. 1971 സിനിമ റിലീസായി. ആ സിനിമ കണ്ട ജനങ്ങൾ വിസ്മയിച്ചുപോയി. ആയോധനകല ഇത്രമേൽ വേഗതയോടെ സ്ക്രീനിൽ അവർ കണ്ടിരുന്നില്ല. ഹോങ്കോങ്ങിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ആ സിനിമ തകർത്തു. ഒരു പുതിയ ആഗോള സൂപ്പർ സ്റ്റാർ ജനിച്ചിരിക്കുന്നു എന്ന് ലോകം അന്ന് വിളിച്ചു പറഞ്ഞു. ബ്രൂസിന്റെ രണ്ടാമത്തെ ചിത്രം ഫിസ്റ്റ് ഓഫ് ഫ്യൂറി ജനങ്ങൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. വിദേശ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഒരു ചൈനക്കാരന്റെ വേഷമായിരുന്നു അത്. തന്റെ വംശത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്ന ആ കഥാപാത്രം ബ്രൂസിനെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി. ഇത്തവണ ബ്രൂസ് വെറുമൊരു നടനായിരുന്നില്ല. അവൻ കഥയെഴുതി, സംവിധാനം ചെയ്തു, നിർമ്മിച്ചു. വേ ഓഫ് ദ ഡ്രാഗൺ എന്ന സിനിമയിലൂടെ അവൻ തന്റെ പൂർണ്ണമായ സർഗാത്മകത പുറത്തെടുത്തു. സിനിമയുടെ എല്ലാ മേഖലകളിലും ബ്രൂസിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. ചക്ക് നോറിസുമായി റോമിലെ കൊളോസിയത്തിൽ വെച്ച് നടത്തിയ ആ പോരാട്ടം ഇന്നും ആയോധനകലാ സിനിമകളിലെ വജ്രതുല്യമായ രംഗമാണ്. യാതൊരു സ്പെഷ്യൽ ഇഫക്റ്റുകളുമില്ലാതെ ശുദ്ധമായ ആയോധനകല മാത്രം ഉപയോഗിച്ച് അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒടുവിൽ ഹോളിവുഡ് ബ്രൂസിന്റെ മുന്നിൽ മുട്ടുകുത്തി. അവർ അവനെ തേടി ഹോങ്കോങ്ങിലെത്തി. എൻഡർ ദ ഡ്രാഗൺ എന്ന സിനിമ നിർമ്മിക്കാൻ വാർണർ ബ്രദേഴ്സ് തയ്യാറായി. ഒരു ഏഷ്യക്കാരൻ നായകനായി എത്തുന്ന ആദ്യത്തെ വലിയ ഹോളിവുഡ് ചിത്രമായിരുന്നു അത്. സിനിമയുടെ ഷൂട്ടിംഗ് ബ്രൂസിനെ വല്ലാതെ തളർത്തിയിരുന്നു. പകലുകൾ മുഴുവൻ അഭിനയവും രാത്രികളിൽ എഡിറ്റിംഗുമായി അവൻ ഉറക്കമില്ലാതെ ജോലി ചെയ്തു. തന്റെ ശരീരത്തിന്റെ പരിധികൾ അവൻ ലംഘിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അവനെ അലട്ടിത്തുടങ്ങിയിരുന്നു. തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ ജോലികൾ അവൻ തുടങ്ങി. മഞ്ഞ നിറത്തിലുള്ള ആ പ്രശസ്തമായ ട്രാക്ക് സ്യൂട്ട് അവൻ തെരഞ്ഞെടുത്തു. താൻ വിശ്വസിക്കുന്ന ആയോധനകലാ തത്വങ്ങൾ ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി അവതരിപ്പിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. ഹോങ്കോങ്ങിലെ ഒരു കനത്ത വൈകുന്നേരം തന്റെ സുഹൃത്ത് ബെറ്റി ടിങ് പേയുടെ വീട്ടിലായിരുന്നു ബ്രൂസ്. പെട്ടെന്നുണ്ടായ തലവേദനയെ തുടർന്ന് ഒരു വേദനസംഹാരി കഴിച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. ആ മുറിയിലെ നിശബ്ദത പതുക്കെ പതുക്കെ കൂടി വന്നു. ബ്രൂസ് ഒരു ദീർഘനിദ്രയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. രാത്രി 10 മണിയായിട്ടും ബ്രൂസ് ഉണർന്നില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ വലിയ ജീവൻ പൊലിഞ്ഞിരുന്നു. വെറും 32 വയസ്സിൽ ആ മഹാപ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു. ലോകം സ്തംഭിച്ചുപോയ നിമിഷമായിരുന്നു അത്. ലക്ഷക്കണക്കിന് ആളുകൾ ഹോങ്കോങ്ങിലെ തെരുവുകളിൽ അവന് വിട നൽകാൻ ഒത്തുകൂടി. ബ്രൂസിന്റെ മൃതദേഹം അവന്റെ പ്രിയപ്പെട്ട സിയാറ്റിലിലേക്ക് കൊണ്ടുപോയി. ലേക്ക് വ്യൂ സെമിത്തേരിയിൽ അവൻ ശാന്തമായി ഉറങ്ങുന്നു. അവന്റെ മകനായ ബ്രാൻഡൻ ലീയും വർഷങ്ങൾക്ക് ശേഷം അവനരികെ തന്നെ നിത്യവിശ്രമം കൊള്ളുന്നു. ആ കല്ലറയ്ക്ക് മുന്നിൽ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. ബ്രൂസ് ലീ മരിച്ചിട്ടില്ല. ഓരോ തവണയും ലോകമൊരു തടസ്സത്തെ നേരിടുമ്പോൾ വെള്ളം പോലെയാകുക എന്ന അവന്റെ വാക്കുകൾ നമുക്ക് കരുത്തേകുന്നു. അവൻ വെറുമൊരു പോരാളിയായിരുന്നില്ല, മാറ്റത്തിന്റെ പ്രതീകമായിരുന്നു. ആയോധന കലയുള്ളിടത്തോളം കാലം ആ ഡ്രാഗൺ ജ്വലിച്ചു നിൽക്കും. ഇപ്പോൾ അവൻ സമാധാനത്തിന്റെ ലോകത്താണ്. നിങ്ങളും ഇപ്പോൾ ആ ശാന്തതയിലാണ്. ഇപ്പോൾ
ബ്രൂസ്ലിയുടെ ആ വിസ്മയകരമായ കഥ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകിത്തീർന്നിരിക്കുന്നു. ആ ഡ്രാഗണിൻ്റെ കരുത്തും വേഗതയും ഇപ്പോൾ വെറും നിശബ്ദതയായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഒരു തൂവൽ പോലെ ഭാരമില്ലാത്തതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പാദവിരലുകൾ മുതൽ തലയുടെ ഉച്ചി വരെ ഓരോ കോശവും വിശ്രമത്തിലാണ്. നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ സ്വാഭാവികമായൊരു താളത്തിലായിരിക്കുന്നു. പതുക്കെ ആ തണുത്ത കാറ്റിൽ അലിഞ്ഞു ചേരുന്നത് സങ്കൽപ്പിക്കൂ. ലോകത്തെ എല്ലാ ചിന്തകളും ഭാരങ്ങളും ഇപ്പോൾ അകന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഇരുളും വെളിച്ചവും കലർന്ന മനോഹരമായ ഒരു ഉറക്കത്തിൻ്റെ ലോകം തുറക്കപ്പെടുകയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, ഒരിടത്തും പോകാനില്ല. ഈ നിമിഷം നിങ്ങൾക്കും നിങ്ങളുടെ നിശബ്ദതയ്ക്കും മാത്രമുള്ളതാണ്. സമാധാനം. ഇനി പതുക്കെ ആ ആഴക്കടലിലെ ശാന്തതയിലേക്ക് വഴുതി വീഴാം. ശുഭനിദ്ര. വിടരട്ടെ നിങ്ങളുടെ മനോഹരമായ സ്വപ്നങ്ങൾ.